സർക്കാർ സംഭരണം വൈകിയതോടെ കശുവണ്ടി കർഷകർ പ്രതിസന്ധിയിലായി. 1 കിലോ കശുവണ്ടിക്ക് കുറഞ്ഞത് 250 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കശുവണ്ടി സീസൺ പാരമ്യത്തിലെത്തിയിട്ടും സർക്കാർ തലത്തിൽ സംഭരണ നടപടികൾ ആരംഭിക്കാത്തത് മലയോരത്തെ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. 1 കിലോ കശുവണ്ടിക്ക് കുറഞ്ഞത് 250 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ നിലവിൽ 150 രൂപയ്ക്ക് താഴെ മാത്രമാണ് വിപണി വില. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 160 രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ വിലയിടിവ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ കശുമാവുകൾ വ്യാപകമായി പൂത്തത് കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ വിളവെടുപ്പ് സജീവമായതോടെ വില കുറയുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. ഉൽപാദന ചിലവ് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിലെ വില ഒന്നിനും തികയില്ലെന്നാണ് കർഷകർ പരാതി പറയുന്നത്. കശുവണ്ടി ശേഖരിക്കുന്ന തൊഴിലാളികൾക്ക് 600 രൂപയിലധികം കൂലി നൽകണം. ഇത് നൽകിക്കഴിഞ്ഞാൽ കർഷകന് തുച്ഛമായ തുക മാത്രമേ മിച്ചം ലഭിക്കുന്നുള്ളൂ. ഞാൻ ഏകദേശം 5 ഏക്കറിന് മേലെ കശുമാവ് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. എല്ലാ വർഷവും ഇതിൻ്റെ സമയമാകുമ്പോഴേക്ക് വില നന്നായി ഇടിവും. അതുപോലെ പൂവും തന്നെ ശരിക്കും പൂക്കാതിരിക്കുകയും കാർഷിക മേഖല ഈ കശുമാവ് കൃഷി തന്നെ വളരെ മോശമായ രീതിയിലാണ് ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ. അതിനാണെങ്കിൽ വിലയില്ല. പല പ്രാവശ്യം ഇപ്പോഴും 150 അടുത്ത് വിലയുണ്ടെങ്കിലും ഏകദേശം മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്ക് ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് വില നന്നായി തീരെ കുറയും. അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മുൻവർഷങ്ങളിൽ സർക്കാർ തറവില നിശ്ചയിക്കുന്നത് വിപണിയിൽ വില കൂടാൻ കാരണമായിരുന്നു. എന്നാൽ ഇത്തവണ തറവില പ്രഖ്യാപിക്കാത്തത് കച്ചവട ലോബികളെ സഹായിക്കാനാണെന്ന ആരോപണം കർഷകർക്കിടയിൽ ശക്തമാണ്. മുൻകാലങ്ങളിൽ സഹകരണ സംഘങ്ങൾ വഴി സംഭരണം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വേനൽ മഴ തുടങ്ങുന്നതോടെ ഗുണനിലവാരം കുറഞ്ഞെന്ന കാരണത്താൽ വ്യാപാരികൾ വില ഇനിയും കുറയ്ക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. കശുവണ്ടി വികസന കോർപ്പറേഷനും കാപെക്സും അടിയന്തരമായി ഇടപെട്ട് സംഭരണം ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.